ശ്രീ രാജു പി നായർ, ഈ പുതിയ സർക്കാർ വന്ന ശേഷം ഏറ്റവും ആദ്യം വരുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. കേരളിനെ പാടെ എതിർത്തവരാണ്. ഒരുപക്ഷെ കേരയിൽ എന്ന് പറയുന്ന LDFിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയെ അതിശക്തമായി എതിർത്ത കോൺഗ്രസ് ഈ പദ്ധതിയോട് താല്പര്യം കാണിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ അതിൽ ആകർഷിക്കുന്ന ഘടകങ്ങൾ? ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, യാഥാർത്ഥ്യമാകാൻ ഒരുപാട് കടമ്പകളുണ്ട്. ഏറ്റവും പ്രധാനം കേരളിൽ ഉയർന്ന സംശയങ്ങൾ, കേരളിൽ ഉയർന്ന ചോദ്യങ്ങൾ, അതിനൊക്കെ ഉത്തരം ഇതിനോടൊപ്പം കോൺഗ്രസിന് UDF സർക്കാരിന് പറയാനാകുമോ എന്നതാണ്. അല്ല, കേരളയിൽ ഏറ്റവും കൂടുതൽ സംശയം ഉയർത്തിയത് കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു, UDF തന്നെയായിരുന്നു. കാരണം ആ സംശയങ്ങളെല്ലാം നമ്മൾ ഉയർത്തിയത് വെറുതെ ഒരു പദ്ധതി എതിർക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. UDF അതിനകത്തൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി വളരെ എക്സ്റ്റെൻസീവായിട്ട് ആൾക്കാരോട് സംസാരിച്ച് അതിനെ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങൾ പഠിച്ച് അത് എങ്ങനെയാണ് കേരളത്തിനെ ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രോസും കോൺസും എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ പദ്ധതിയുടെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ചും എല്ലാം സംശയമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളിനെ നമ്മൾ എതിർത്തത്. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം, അത് ഉണ്ടാക്കുന്ന അധിക ചെലവ്, അത് ജനങ്ങൾക്ക് അധിക ചെലവ് വരുമ്പോൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടോ, അതിൻ്റെ കണക്ടിവിറ്റി, അങ്ങനെ അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ്, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഒട്ടേറെ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് സമയം കളയുന്നില്ല. ഇനി അടുത്ത ഘട്ടത്തിൽ പറയണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ നമ്മൾ എതിർത്തത് എന്തൊക്കെ ഘടകങ്ങളുണ്ടായിരുന്നോ, നമ്മളെ സംബന്ധിച്ചോളം അതിവേഗ പാത വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ ശ്രീ ഇ ശ്രീധരൻ ഒരു പ്രപ്പോസൽ ഇത്തരത്തിലുള്ള പുതുതായിട്ട് വെക്കുകയും അതിനോട് പോസിറ്റീവായിട്ട് അന്നത്തെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി അത് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്നതാണ്. അത് സിൽവർ ലൈൻ അപ്പോഴത്തേക്ക് അവർ ഏകദേശം ഉപേക്ഷിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ശ്രീ ഇ ശ്രീധരൻ്റെ പദ്ധതിയെ സംബന്ധിച്ച് സ്വാഗതം ചെയ്യുകയാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ചെയ്തിരുന്നത്. ഞങ്ങൾ വന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കൊരു അതിവേഗ റെയിൽപാത ആവശ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അത് ഏതൊരു പദ്ധതി ഉണ്ടാകുമ്പോഴും ചെറിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരു സംശയവുമില്ല. പക്ഷേ പാരിസ്ഥിതിക പ്രശ്നം ഏറ്റവും അധികം കുറച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന ചെലവ് ഏറ്റവും കുറച്ച് ജനങ്ങൾക്കെല്ലാം സ്വീകാര്യമാവുന്ന രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് പുതിയൊരു പ്രപ്പോസൽ വന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കും. ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അതിനകത്ത് ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ലാതെ ഏറ്റവും സുതാര്യമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോവുക. അതിന് തർക്കമൊന്നുമില്ല.